നീനവ എന്ന രാജ്യത്തിലെ ജനങ്ങളെ ധാർമ്മികതയിലേക്ക് നയിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച പ്രവാചകനായിരുന്നു യൂനുസ് നബി അലൈഹിസ്സലാം. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അദ്ദേഹവും അനുയായികളും ജെറുസലേമിൽ നിന്ന് നീനവ നഗരത്തിലേക്ക് യാത്ര തിരിച്ചു. ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലൂടെ ഒട്ടകപ്പുറത്തായിരുന്നു യാത്ര. അങ്ങനെ രണ്ടാം ദിവസം വൈകുന്നേരത്തോടെ അവർ നീനവയിൽ എത്തിച്ചേർന്നു. അവിടെ മലഞ്ചെരുവിലെ ഒരു ഗുഹയിൽ അവർ താമസമാക്കി. ഗുഹയ്ക്കു ചുറ്റും തഴച്ചു വളർന്നിരുന്ന ചെടികളിൽ നിന്ന് പഴങ്ങൾ ശേഖരിച്ച് അവർ വിശപ്പ് തീർത്തു. തൊട്ടടുത്ത ഉറവയിൽ നിന്ന് അവർ ദാഹം മാറ്റാനും മറ്റുമായി വെള്ളം കൊണ്ടുവന്നു. നീനവയിൽ പ്രബോധനം തുടങ്ങുന്നത് ആദ്യം അവിടുത്തെ ജനങ്ങളെ മനസ്സിലാക്കിയ ശേഷം മതിയെന്ന് യൂനുസ് നബി അലൈഹിസ്സലാമും അനുചരന്മാരും തീരുമാനിച്ചു. അങ്ങനെ യൂനുസ് നബി അലൈഹിസ്സലാം ഒരു യാചകന്റെ വേഷമണിഞ്ഞ് തെരുവിൽ ഭിക്ഷയാചിക്കാൻ ഇറങ്ങി. അദ്ദേഹം നീനവയിലെ തെരുവീഥികളിൽ ദിവസങ്ങളോളം അലഞ്ഞു നടന്നു. ആ നാട്ടിലെ ജനങ്ങളെയും അവരുടെ ജീവിത രീതിയെയും ധാർമ്മിക ബോധത്തെയും കുറിച്ച് നന്നായി മനസ്സിലാക്കി. ഒരു ദിവസം അദ്ദേഹം പിച്ചച്ചട്ടി ഉപേക്ഷിച്ച് ജനങ്ങളോട് അവരുടെ ഭാഷയിൽ സംസാരിച്ചു. സുഹൃത്തുക്കളെ, ഞാൻ ഒരു യാചകന്റെ വേഷത്തിൽ കുറച്ചു നാളുകളായി ഈ നഗരമൊട്ടാകെ ചുറ്റി സഞ്ചരിക്കുകയായിരുന്നു. ഈ നഗരം സാംസ്കാരികമായി ഏറെ അധപ്പതിച്ചിരിക്കുന്നുവെന്നും ഇവിടെ ധാർമ്മിക മൂല്യങ്ങളുടെ ഒരംശം പോലുമില്ലെന്നും എൻ്റെ സഞ്ചാരത്തിനിടയിൽ എനിക്ക് മനസ്സിലായി. ഇവിടെ മനുഷ്യത്വം അസ്തമിച്ചു തുടങ്ങിയിരിക്കുന്നു. അതിനാൽ ഈ നഗരത്തെ നമുക്ക് പുതുതായി കെട്ടിപ്പടുക്കണം. യാചകന്റെ സംസാരം കേൾക്കാൻ വലിയൊരു ജനക്കൂട്ടം അവിടെ തടിച്ചുകൂടി. തങ്ങളുടെ നഗരത്തെക്കുറിച്ച് മോശമായ അഭിപ്രായം പറഞ്ഞ ആ യാചകനു നേരെ ജനക്കൂട്ടം രോഷം പൂണ്ടു. അവരുടെ നിർബന്ധത്തിന്റെ മുന്നിൽ താൻ ഒരു പ്രവാചകനാണെന്നും തൻ്റെ പേര് യൂനുസ് നബി അലൈഹിസ്സലാം എന്നാണെന്നും അദ്ദേഹത്തിന്റെ ജനങ്ങളോട് വെളിപ്പെടുത്തേണ്ടി വന്നു. യൂനുസ് നബി അലൈഹിസ്സലാം തുടർന്നു, നിങ്ങളെല്ലാവരും അള്ളാഹുവിൽ വിശ്വസിച്ച് അവൻ്റെ ആജ്ഞയ്ക്കനുസൃതമായി ജീവിക്കണം. അങ്ങനെയല്ലാതെ മറ്റാരെയും നിങ്ങൾ അനുസരിക്കരുത്. കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു, അപ്പോൾ രാജാവിനെയോ? രാജാവ് മനുഷ്യവർഗത്തിൽപ്പെട്ടതാണ്. രാജാവിനെയും സൃഷ്ടിച്ചത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അതിനാൽ രാജാതിരാജനായ അള്ളാഹുവിനെ മാത്രമേ നാം അനുസരിക്കാവൂ. ഇത് പറഞ്ഞു തീരും മുമ്പ് രാജാവിൻ്റെ ഭടന്മാർ യൂനുസ് നബി അലൈഹിസ്സലാമിനെ മർദ്ദിച്ച് ബോധരഹിതനാക്കി. അവർ അദ്ദേഹത്തെ എടുത്ത് രാജാവിൻ്റെ മുന്നിൽ ഹാജരാക്കി. ബോധം തിരിച്ചു കിട്ടിയ യൂനുസ് നബി അലൈഹിസ്സലാമിനോട് രാജാവ് അപ്രകാരം സംസാരിച്ചതിൻ്റെ കാരണം തിരക്കി. എന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നിയോഗിച്ചതുകൊണ്ട് എന്നായിരുന്നു യൂനുസ് നബി അലൈഹിസ്സലാമിൻ്റെ മറുപടി. യൂനുസ് നബി അലൈഹിസ്സലാമിനെ ഭ്രാന്തൻ എന്ന് മുദ്ര കുത്തിയ രാജാവിനെ സത്യനിഷേധിയെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. കുപിതനായ രാജാവ് യൂനുസ് നബി അലൈഹിസ്സലാമിനെ ഇരുട്ട് നിറഞ്ഞ ജയിലിലടച്ചു. യൂനുസ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ഉള്ളുരുകി പ്രാർത്ഥിച്ചു. ഒരു ദിവസം നീനവ രാജാവിൻ്റെ പ്രധാനമന്ത്രി യൂനുസ് നബി അലൈഹിസ്സലാം കിടന്നുറങ്ങുന്ന ജയിലറ സന്ദർശിച്ചു. ഇരുണ്ട മുറിയിൽ നിന്ന് പുറത്തേക്കൊഴുകിയ അപൂർവ പ്രകാശധോരണി കണ്ട് പ്രധാനമന്ത്രി ആശ്ചര്യചകിതനായി. അദ്ദേഹം യൂനുസ് നബി അലൈഹിസ്സലാമിനെ തൻ്റെ അരികിൽ ക്ഷണിച്ചിരുത്തി. എന്താണ് അങ്ങയിൽ നിന്ന് പുറപ്പെടുന്ന ഈ പ്രകാശധോരണിയുടെ രഹസ്യം? പ്രധാനമന്ത്രി സാഗൂതം ചോദിച്ചു. ഇത് സത്യത്തിൻ്റെ വെളിച്ചമാണ്. പ്രപഞ്ചകർത്താവായ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അറിയുക എന്നതാണ് പരമമായ സത്യം. ഈ സത്യത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരുടെ മനസ്സിൽ ഈ വെളിച്ചം എന്നും നിലനിൽക്കും. യൂനുസ് നബി അലൈഹിസ്സലാം വിശദീകരിച്ചു. അള്ളാഹുവിൻ്റെ അനന്തമായ ശക്തിയെക്കുറിച്ച് പല കാര്യങ്ങളും യൂനുസ് നബി അലൈഹിസ്സലാം പ്രധാനമന്ത്രിയെ പറഞ്ഞു കേൾപ്പിച്ചു. അവസാനം പ്രധാനമന്ത്രി ഉറക്കെ പ്രഖ്യാപിച്ചു, മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിൻ്റെ രക്ഷിതാവിൽ ഞാൻ വിശ്വസിക്കുന്നു. തനിക്കൊരു പുതിയ ശിഷ്യനെ കിട്ടിയതിൽ യൂനുസ് നബി അലൈഹിസ്സലാം സന്തോഷിച്ചു. പ്രധാനമന്ത്രിയുടെ മനംമാറ്റത്തെക്കുറിച്ചറിഞ്ഞ രാജാവ് അദ്ദേഹത്തെ ജയിലിലടച്ചു. യൂനുസ് നബി അലൈഹിസ്സലാമിൻ്റെ കൂടെ തുറുങ്കിൽ കഴിയുന്നത് അപൂർവ ഭാഗ്യമായി കരുതി അദ്ദേഹം അതിൽ സന്തോഷിച്ചു. പ്രധാനമന്ത്രിയുടെ പ്രതികരണം കേട്ട് രാജാവ് പരിഭ്രാന്തനായി. അദ്ദേഹം ഉടനടി മറ്റു മന്ത്രിമാരെ വിളിച്ചുവരുത്തി ചർച്ച നടത്തി. ബുദ്ധിമാനായ പ്രധാനമന്ത്രിയെ വശീകരിച്ച വ്യക്തി സാധാരണക്കാരനായിരിക്കില്ലെന്ന് രാജാവ് അവസാനം സമ്മതിച്ചു. യൂനുസ് നബി അലൈഹിസ്സലാം മറ്റുള്ളവരെ കൂടി വശത്താക്കുന്നതിനു മുമ്പ് അദ്ദേഹത്തെ വെറുതെ വിടുകയാണ് ഉചിതമെന്ന് രാജാവിന് തോന്നി. യൂനുസ് നബി അലൈഹിസ്സലാമിനെ രാജാവിൻ്റെ മുന്നിൽ ഹാജരാക്കി. അദ്ദേഹം മറ്റു പ്രതികളെപ്പോലെ രാജാവിനെ താണു വണങ്ങുകയുണ്ടായില്ല. അള്ളാഹുവിൻ്റെ മുന്നിൽ മാത്രമേ മുട്ടുമടക്കൂ എന്നത് യൂനുസ് നബി അലൈഹിസ്സലാമിൻ്റെ ആദർശങ്ങളിൽപ്പെട്ടതായിരുന്നു. രാജാവ് പറഞ്ഞു, നമ്മുടെ മന്ത്രിമാരുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് നിന്നെ നാം വെറുതെ വിടുന്നു. എന്നാൽ നീ ഇനി നിന്റെ ആശയങ്ങൾ ഈ നാട്ടിൽ പ്രചരിപ്പിക്കാൻ പാടില്ല. ഈ ആജ്ഞ ലംഘിച്ചാൽ നിന്നെ ഞാൻ വധിക്കും. യൂനുസ് നബി അലൈഹിസ്സലാം കൊട്ടാരത്തിൽ നിന്ന് നടന്ന് തൻ്റെ അനുയായികൾ താമസിക്കുന്ന മലഞ്ചെരുവിൽ എത്തിച്ചേർന്നു. ദീർഘനാളുകൾക്ക് ശേഷം നബിയെ കണ്ട അനുയായികൾ അദ്ദേഹത്തെ ആലിംഗനം ചെയ്ത് അവരുടെ ആഹ്ലാദമറിയിച്ചു.
അന്ന് രാത്രി ഉറങ്ങുമ്പോൾ യൂനുസ് നബി അലൈഹി സ്വലാമിന് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായി. എന്ത് ബുദ്ധിമുട്ട് സഹിച്ചും നീനവയിൽ തന്നെ തന്റെ പ്രബോധനം തുടരണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിരിക്കുന്നു. അനുയായികൾ തടയാൻ ശ്രമിച്ചെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന നിറവേറ്റാൻ അദ്ദേഹം നീനവയിലേക്ക് പുറപ്പെട്ടു. നീനവ നഗരത്തിൽ തിരിച്ചെത്തിയ യൂനുസ് നബി അലൈഹി സ്വലാം പ്രബോധനം ചെയ്യാൻ ആരംഭിച്ചു. അദ്ദേഹത്തെ ജനങ്ങൾ കല്ലെറിഞ്ഞു വീഴ്ത്തി. ദേഹമാസകലമേറ്റ മുറിപ്പാടുകളിൽ നിന്ന് രക്തമൊഴുകിയത് കണ്ട് യൂനുസ് നബി അലൈഹി സ്വലാം പരിഭ്രാന്തനായി. താൻ മരിക്കുമോ എന്നുപോലും അദ്ദേഹം ഭയപ്പെട്ടു. ഒരൊറ്റ മനുഷ്യജീവിയും അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കിയില്ല. യൂനുസ് നബി അലൈഹിസ്സലാം തന്റെ അവശേഷിച്ച ജീവനും കൊണ്ട് അനുയായികൾ താമസിക്കുന്ന ഗുഹയിലെത്തി. ക്ഷീണവും പരിഭ്രമവും മാറിയപ്പോൾ യൂനുസ് നബി അലൈഹിസ്സലാം പറഞ്ഞു, നമുക്ക് ഈ ശപിക്കപ്പെട്ട നീനവയിൽ നിന്ന് സ്ഥലം വിടാം. അനുയായികൾ ഈ അഭിപ്രായത്തെ സ്വാഗതം ചെയ്തു. അവർ യാത്രക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. പെട്ടെന്ന് നീനവ നഗരത്തിനു മുകളിൽ കൂരിരുട്ടു വ്യാപിച്ചു. ഭയാനകമാം വിധം തുടർച്ചയായി ഇടിമുഴങ്ങി. പേടിച്ചരണ്ട ജനക്കൂട്ടം രാജധാനിയിലെത്തി. യൂനുസ് നബി അലൈഹിസ്സലാമിനെ മർദ്ദിച്ചതിന് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കോപമാണ് ഈ വിപത്തിനു കാരണമെന്ന് അവിടെ കൂടിയിരുന്നവർ വിശ്വസിച്ചു. അതിനാൽ അദ്ദേഹത്തെ കണ്ടുപിടിച്ച് മാപ്പിരന്നാൽ ഈ വിപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് അവർ തീരുമാനിച്ചു. എന്നാൽ നബിയെ തേടിപ്പിടിക്കാനുള്ള അവരുടെ ശ്രമം വിഫലമായി. ഭീതിതമായ ജനങ്ങൾ ഈ അവസരത്തിൽ ജയിലിൽ കഴിഞ്ഞിരുന്ന പ്രധാനമന്ത്രിയെക്കുറിച്ചോർത്തു. അദ്ദേഹം യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ഇന്നാട്ടിലെ ഏക ശിഷ്യനാണല്ലോ. തങ്ങളെ ഈ വിപത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന് രാജാവും പ്രജകളും ആ മഹാത്മാവിനോട് കേണപേക്ഷിച്ചു. നിങ്ങൾ സർവശക്തനായ അള്ളാഹുവിൽ പരിപൂർണമായി വിശ്വാസം അർപ്പിക്കുക. അവന്റെ സഹായത്തിനു വേണ്ടി യാചിക്കുക. അവൻ നമ്മെ രക്ഷിച്ചേക്കും. പ്രധാനമന്ത്രി പറഞ്ഞു. എല്ലാവരും പ്രധാനമന്ത്രിയുടെ പ്രാർത്ഥന ഏറ്റുചൊല്ലി. ആശ്ചര്യമെന്ന് പറയട്ടെ, സൂര്യൻ പ്രകാശിച്ചു. ഇടിമുഴക്കം നിലച്ചു. അന്തരീക്ഷം ശാന്തമായി. നീനവ നഗരവാസികൾ തങ്ങളെ വിപത്തിൽ നിന്ന് രക്ഷിച്ച അള്ളാഹുവിൽ പരിപൂർണമായും വിശ്വാസമർപ്പിച്ചു. ഈ സമയത്ത് യൂനുസ് നബി അലൈഹിസ്സലാമും അനുയായികളും ടൈഗ്രീസ് നദിക്കരയിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. കുറെ ദൂരം പിന്നിട്ടപ്പോൾ ഒരു കപ്പൽ അവരുടെ ദൃഷ്ടിയിൽ പതിഞ്ഞു. അവർ കപ്പിത്താനോട് തങ്ങളെ കൂടി കയറ്റാൻ അഭ്യർത്ഥിച്ചു. കടലിൽ നങ്കൂരമിട്ട കപ്പലിൽ എല്ലാവരും പണിപ്പെട്ട് നീന്തി കയറി. പക്ഷെ അവർ കപ്പലിൽ കയറിയതും കടലിൽ അലമാലകൾ ചീറിയടിക്കാൻ തുടങ്ങി. കപ്പൽ കാറ്റിലും കോളിലും പെട്ട് ആടിയുലഞ്ഞു. യാത്രക്കാർ പരിഭ്രാന്തരായി. യാത്ര തുടർന്ന കപ്പൽ ചീറ്റിയടിക്കുന്ന ഒരു ചുഴിയുടെ വായിലേക്കാണ് ചെന്നു പതിച്ചത്. കപ്പൽ ചുഴിയിൽ കിടന്ന് കറങ്ങി. പരിചയസമ്പന്നനായ കപ്പിത്താൻ തന്റെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചെങ്കിലും കപ്പലിനെ വരുതിയിലാക്കാൻ അയാൾക്കായില്ല. സംഭ്രമചിത്തരായ യാത്രക്കാർ തങ്ങളെ രക്ഷിക്കാനായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. എന്നിട്ടും പ്രയോജനമുണ്ടായില്ല. കപ്പൽ മുങ്ങിപ്പോവുമെന്ന് തീർച്ചയായി. കപ്പൽ ചുഴിയിൽ അകപ്പെടുന്നത് അതിലേതെങ്കിലും പാപികളുണ്ടായിരിക്കുന്നത് കൊണ്ടാണെന്നായിരുന്നു അക്കാലത്തെ വിശ്വാസം. അങ്ങനെ അവർ പ്രഖ്യാപിച്ചു, ഏതോ ഒരു പാപി തീർച്ചയായും ഈ കപ്പലിലുണ്ട്. താൻ എന്ത് പാപമാണ് ചെയ്തിരിക്കുന്നതെന്ന് ഓരോരുത്തരും മനസ്സിൽ ആലോചിച്ചു. പക്ഷെ ആർക്കും ഒന്നും ഓർമ്മയിൽ തെളിഞ്ഞില്ല. എല്ലാവരും മനം പൂണ്ടു. കപ്പൽ മുങ്ങുമെന്ന കാര്യം കൂടുതൽ ബലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് യൂനുസ് നബി അലൈഹിസ്സലാം ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഞാനാണ് പാപി. കപ്പലിൽ നിന്ന് എന്നെ കടലിലേക്ക് വലിച്ചെറിയൂ. അല്ല, താങ്കൾ പാപിയല്ലെന്ന് ഞങ്ങൾക്കറിയാം. താങ്കൾ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്. ഇവിടെ കുറ്റവാളി മറ്റാരോ ആണ്, കപ്പിത്താൻ പറഞ്ഞു. ഇത്രയും നല്ലൊരു വ്യക്തിയെ നമുക്ക് കടലിൽ എറിഞ്ഞുകൂടാ. അതിനാൽ നമുക്ക് നറുക്കിട്ടെടുക്കാം, മറ്റൊരാൾ അഭിപ്രായപ്പെട്ടു. കപ്പിത്താൻ പാപിയെ കണ്ടെത്താനുള്ള ശ്രമത്തിൽ നറുക്കിട്ടെടുത്തു. യൂനുസ് നബി അലൈഹിസ്സലാമിന് തന്നെയായിരുന്നു നറുക്കു വീണത്. അങ്ങനെ നബി പറഞ്ഞു, അള്ളാഹുവിൻ്റെ കൽപ്പനയും അനുമതിയും ഇല്ലാതെയാണ് ഞാൻ നീനവയിലെ ജനങ്ങളെ ഉപേക്ഷിച്ചു പോന്നത്. യജമാനൻ എന്നെ ഏൽപ്പിച്ച കാര്യം നിർവഹിക്കാതെ നിരാശനായി ഒളിച്ചോടിപ്പോന്ന അപരാധിയാണ് ഞാൻ. അന്നത്തെ സമ്പ്രദായ പ്രകാരം മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എല്ലാവരും കൂടി യൂനുസ് നബി അലൈഹിസ്സലാമിനെ കടലിലേക്ക് എടുത്തെറിഞ്ഞു. യൂനുസ് നബി അലൈഹിസ്സലാം ഭീമാകാരമായ ഒരു തിമ്മിങ്കലത്തിൻ്റെ വായിലേക്കാണ് ചെന്നു വീണത്. അങ്ങനെ തിമ്മിങ്കലം പ്രവാചകനെ വിഴുങ്ങി. അദ്ദേഹം തിമ്മിങ്കലത്തിൻ്റെ ഉദരത്തിലേക്ക് ഊളിയിട്ടു. ഒരു ജയിലറയിൽ കിടക്കുന്നത് പോലെ സുരക്ഷിതനായി അദ്ദേഹം അവിടെ കിടന്നു. എന്നാൽ തിമ്മിങ്കലത്തിൻ്റെ ഉദരത്തിലെ കനത്ത ഇരുട്ട് പ്രവാചകനെ ഭയപ്പെടുത്തി. തൻ്റെ അന്ത്യം അടുത്തുവെന്ന് അദ്ദേഹം കണക്കുകൂട്ടി. അദ്ദേഹത്തിന് അതിയായ വ്യസനയും ദുഃഖവും അനുഭവപ്പെട്ടു. തൻ്റെ യജമാനനായ അള്ളാഹുവിൻ്റെ പ്രീതി നഷ്ടപ്പെട്ടതിലായിരുന്നു അദ്ദേഹത്തിന് ദുഃഖം. അദ്ദേഹം തൻ്റെ മുൻ ചെയ്തികളെപ്പറ്റി ചിന്തിച്ച് പശ്ചാത്തപിച്ചു. നീനവയിൽ നിന്ന് തിരിച്ചു പോരാൻ അള്ളാഹു തന്നോട് ആജ്ഞാപിച്ചിരുന്നില്ലെന്നും അത് തോന്നിച്ചത് പിശാചായിരുന്നു എന്നും അദ്ദേഹത്തിന് ബോധ്യമായി. കുറെ നേരം പശ്ചാത്തപിച്ചപ്പോൾ തിമ്മിങ്കലത്തിൻ്റെ ഉദരത്തിൽ യൂനുസ് നബി അലൈഹിസ്സലാം കത്തുന്ന ഒരു പ്രകാശം പ്രത്യക്ഷപ്പെട്ടതായി കണ്ടു. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് മത്സ്യോദരത്തിൽ പ്രവേശിച്ചതായിരുന്നു അത്. പരസ്പരാഭിവാദനങ്ങൾക്ക് ശേഷം ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു,
നിങ്ങളുടെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു. നിങ്ങൾ വീണ്ടും നീനവയിലേക്ക് തന്നെ പോവുക. 3-ാം ദിവസം തിമിംഗലം സമുദ്രതീരത്ത് വന്നു വായ തുറന്നു യൂനസ് നബി അലൈഹിസ്സലാമിനെ കരയിലേക്ക് പുറന്തള്ളി. നീനവ നഗരത്തിലെത്തിയ യൂനസ് നബി അലൈഹിസ്സലാമിന് രാജാവും വിമോചിതനായ പ്രധാനമന്ത്രിയും ആഹ്ലാദചിത്തരായ ജനങ്ങളും കൂടി ഉജ്ജ്വലമായ വരവേൽപ്പ് നൽകി. തന്റെ വിശ്വാസത്തെ സർവാത്മന പുൽകിയ ജനങ്ങളെ കണ്ട് യൂനസ് നബി അലൈഹിസ്സലാം ചാരിതാർത്ഥനായി. നബി അള്ളാഹു സുബ്ഹാനഹു തആലയെ സ്തുതിച്ചു. തെറ്റുപറ്റിയാൽ അത് സമ്മതിക്കുകയും അത് ആവർത്തിക്കുകയില്ലെന്ന് അതിന് പശ്ചാത്തപിക്കുകയും ചെയ്യുക മഹാന്മാരുടെ ലക്ഷണമാണ്. അത്തരക്കാരെ അള്ളാഹു സുബ്ഹാനഹു തആല ആപത്തിൽ നിന്ന് രക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യും. ഈ കഥയിൽ പ്രവാചകനായ യൂനസ് നബി അലൈഹിസ്സലാമാണ് ഇതിന് ഉത്തമോദാഹരണം.